ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷന് സമയം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സിലെ JEE അഡ്വാൻസിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം JEE മെയിനിൽ നമ്മൾ മാത്തമാറ്റിക്സ് സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമാണ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം JEE അഡ്വാൻസിൽ നമുക്ക് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ ടോപ്പിക്ക് അതിൽ നിന്ന് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം JEE മെയിൻ്റെ സിലബസിനകത്ത് സെറ്റ്സ്, റിലേഷൻസ്, ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പ്രത്യേകിച്ചൊന്നും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതേപോലെ തന്നെയാണ് JEE അഡ്വാൻസിന് നമുക്കുള്ളത്. അപ്പോൾ കൂടുതലും പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രെസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഓൾജിബ്ര എന്ന് പറഞ്ഞൊരു സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷന്, സീക്വൻസ് ആൻഡ് സീരീസസ്, അതുപോലെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം എന്നിവയാണ്. അപ്പോൾ ഇതിൽ കോംപ്ലക്സ് നമ്പറിലും ക്വാഡ്രാറ്റിക് ഇക്വേഷനിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതിൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കറിയാം JEE മെയിനിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷന്, ജിയോമെട്രിക് പ്രോഗ്രഷന്, അതേപോലെ തന്നെ റിലേഷൻസ് ബിറ്റ്വീൻ AM ആൻഡ് GM ഇത്രയും ടോപ്പിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം JEE അഡ്വാൻസിലേക്ക് വരുമ്പോൾ നമുക്കിതിനകത്ത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നീ ടോപ്പിക്കും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. ദെൻ വരുന്നത് ബൈനോമിയൽ തിയറമാണ്. നമുക്കറിയാം ബൈനോമിയൽ തിയറം JEE മെയിൻ്റെ സിലബസിൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ JEE അഡ്വാൻസിലേക്ക് വരുമ്പം ആ ടോപ്പിക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയായിരുന്നു മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പം JEE മെയിനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എലമെൻ്ററി റോ ആൻഡ് കോളം ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു മെട്രിസസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് JEE അഡ്വാൻസിലേക്ക് വരുമ്പം ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ JEE മെയിനിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ അടുത്ത് വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. ആസ് ദാറ്റ് JEE മെയിൻ്റെ സിലബസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണുള്ളത്. ദെൻ അടുത്തത് വരുന്നത് ട്രിഗ്നോമെട്രി ആണ്. അപ്പോൾ നമുക്കറിയാം JEE മെയിനിൽ നമുക്ക് ട്രിഗ്നോമെട്രിയിൽ ചോദിച്ചിരിക്കുന്നത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആൻഡ് ഫംഗ്ഷൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അപ്പോൾ JEE അഡ്വാൻസിലേക്ക് വരുമ്പോൾ ട്രിഗ്നോമെട്രിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ദെയർ പീരിയോഡിസിറ്റി ആൻഡ് ഗ്രാഫ്സ്, ദെൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുല ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസ്, ദെൻ ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് വരുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് ആൻഡ് ദെയർ എലമെൻ്ററി പ്രോപ്പർട്ടീസ്. അടുത്ത സെക്ഷൻ അനലിറ്റിക്കൽ ജോമെട്രി എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2D, അതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ്, ദെൻ 3 ഡയമെൻഷണൽ ജോമെട്രി, അതുപോലെ തന്നെ നമ്മുടെ കോണിക് സെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് അനലിറ്റിക്കൽ ജോമെട്രിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ദെൻ നമ്മുടെ കോണിക് സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എന്നിവയാണ്. അപ്പം അതിൽ JEE മെയിനിനേക്കാളും കൂടുതൽ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് ആൻഡ് നോർമൽസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പ്രിപ്പറേഷൻ കൊടുക്കേണ്ടതാണ്. അടുത്ത നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. അപ്പോൾ 3Dയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം JEE മെയിനിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ നമ്മുടെ അഡ്വാൻസിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതുപോലെ തന്നെ ഡയറക്ഷൻ കൊസൈൻസ്, ഡയറക്ഷൻ റേഷ്യോസ്, ദെൻ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഇൻ സ്പേസ്, സ്ക്യൂ ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്, അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് ഇക്വേഷൻ ഓഫ് പ്ലെയിൻസ്. ഇതിനകത്ത് പ്ലെയിൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ പ്ലെയിന്, then angle between 2 planes, then angle between line and plane, then coplanar lines. ഇത്രയും 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് നമുക്കറിയാം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും വ്യത്യാസങ്ങളൊന്നുമില്ല. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലേക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് റോൾസ് തിയറവും അതുപോലെ തന്നെ ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറവും ഇവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് 2 തിയറംസ്, ദെൻ ഡെറിവേറ്റീവ്സ് അപ് ടു ഓർഡർ 2 ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്, ദെൻ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നിവയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ പോകുന്നത് ഇന്റഗ്രൽ കാൽക്കുലസിലേക്കാണ്. നമുക്കറിയാം ഇന്റഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഡിഫറൻഷ്യൽ ഈക്വേഷൻ ആണ്. അപ്പം നമുക്കറിയാം JEE മെയിനിൽ നമ്മുടെ ഇന്റഗ്രൽ കാൽക്കുലസിൽ നിന്ന് ഒരു ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് സം. അപ്പോൾ ആ ടോപ്പിക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ വെക്ടേഴ്സ്.
ജെഇ മെയിനിൽ വെക്ടേഴ്സിനകത്ത് വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ജെഇ അഡ്വാൻസിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നോക്കാം. അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്, ഡോട്ട് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ് ഓൾറെഡി ജെഇ മെയിനിൽ ഉണ്ടായിരുന്നു. ഇനി അത് കൂടാതെ ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്കെയിലർ ആൻഡ് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റും ദെയർ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻസും. ഇത്രയാണ് വെക്ടേഴ്സിനകത്ത് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ജെഇ അഡ്വാൻസിന്റെ സിലബസ്. നമുക്കറിയാം ജെഇ മെയിൻ്റെ സിലബസിൽ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ജെഇ അഡ്വാൻസ് സിലബസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ജെഇ മെയിൻ പോലെ അല്ല ജെഇ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. കുറച്ചും കൂടെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ്.